അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. നമ്മുടെ വിശ്വാസകർമ്മ ആചാര രംഗങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തും പ്രമാണമായി കൊണ്ടു നടക്കുക. അതിനായി പ്രാർത്ഥിക്കുക, ആശിക്കുക. മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും വിശ്വാസികളോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒത്തുചേരുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വീണ്ടും വീണ്ടും. 2 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ചിന്തയിൽ മാത്രം നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെയും സഹോദരങ്ങളുടെയും മനസ്സുകളിൽ നിന്ന് ഉണ്ടായ ചിന്തയാണ് ഖുർആൻ സനാബിൽ ഖുർആൻ പഠന പദ്ധതി. 24-ാം അധ്യായമായ സൂറത്തുൽ നൂറിൽ നിന്നാണ് സനാബിൽ തുടക്കം കുറിക്കുന്നത്. 5 ഘട്ടങ്ങൾ അവസാനിച്ചു. 6-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ 1-ാം റൗണ്ട് പൂർണ്ണമായി. അതിൻ്റെ 2-ാം റൗണ്ട് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. 53-ാം അധ്യായം സൂറത്തുൽ നജ്മും 54-ാം അധ്യായം സൂറത്തുൽ ഖമറുമാണ് ഈ 2-ാം റൗണ്ടിൽ നാം പഠിക്കുന്നത്. ഇതിനകം അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 24-ാം അധ്യായം മുതൽ 52-ാം അധ്യായം വരെ 29 സൂറത്തുകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇനിയും കൂടുതൽ വിശുദ്ധ ഖുർആൻ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും റഹ്മാനായ റബ്ബ് ഓരോ സൂറത്തുകളിലൂടെ വിശ്വാസികളാകുന്ന നമ്മോട് എന്താണ് പറയുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അത് വ്യക്തമായി ബോധ്യപ്പെടാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിക്കണം. അതിനാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനായി സമയം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും, സാമ്പത്തികമായി ശാരീരികമായി അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന മുഴുവൻ ആളുകൾക്കും, പഠിതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നിങ്ങൾക്കൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് സൂറത്തുൻ നജ്മിന് ഇവിടെ തുടക്കം കുറിക്കുന്നു. അള്ളാഹു പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. 53-ാമത്തെ അധ്യായത്തിന്റെ പേര് നജ്മ് എന്നാണ്. നജ്മ് എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. 62 ആയത്തുകളാണ് സൂറത്തുൻ നജ്മിൽ ഉള്ളത്. മുമ്പ് കഴിഞ്ഞുപോയ സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളിലും സത്യം ചെയ്തുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തു വെക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി. 50-ാം അധ്യായം സൂറത്തു ഖാഫിൽ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിൽ കാറ്റുകളിൽ സത്യം ചെയ്തു പറഞ്ഞു. മേഘങ്ങൾ, കപ്പലുകൾ, അതേപ്രകാരം മലക്കുകൾ, അതിലൊക്കെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മെ ഉണർത്തി. 52-ാമത്തെ അധ്യായത്തിൽ തൂർ പർവ്വതം തന്നെയാണ് സത്യം. അതേപ്രകാരം ഗ്രന്ഥം തന്നെയാണ് സത്യം. ബൈത്തുൽ മഅ്മൂർ, ആകാശം, നിറഞ്ഞ സമുദ്രം, ഇങ്ങനെ പലതിലും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്.
53-ാമത്തെ അധ്യായത്തിൽ വൻ നജ്മ്, നക്ഷത്രം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനമായ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും നാം ഓർത്തുവെക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, വളരെ പ്രധാനമായ, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹു തആല പറയുന്നത്. വൻ നജ്മി ഇദാ ഹവാ. വൻ നജ്മ്, നജ്മ് നക്ഷത്രം, വാ സത്യം, വൻ നജ്മ് നക്ഷത്രം തന്നെയാണ് സത്യം. അവിടെ വാവ് സത്യത്തിന് വേണ്ടി, ഖസ്മിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വൻ നജ്മ് നക്ഷത്രം തന്നെയാണ് സത്യം. ഇദാ ഹവാ, ഹവ താണുവരിക അല്ലെങ്കിൽ അസ്തമിക്കുക. നക്ഷത്രം അസ്തമിക്കുമ്പോൾ, അത് താണു വരുമ്പോൾ നക്ഷത്രം തന്നെയാണ് സത്യം. പിന്നെ മാ വല്ല സ്വാഹിബുക്കും വമാ ഗവാ. മാ വല്ല, മാ വല്ല വലാലത്ത്, വല്ല വഴിപിഴച്ചു, വല്ല വഴിപിഴച്ചു, മാ വല്ല വഴിപിഴച്ചിട്ടില്ല, മാ വല്ല വഴിപിഴച്ചിട്ടില്ല. സ്വാഹിബ്, സ്വാഹിബ് പറഞ്ഞ ചങ്ങാതി, കൂട്ടുകാരൻ എന്നൊക്കെ പറയും. സ്വാഹിബ് ചങ്ങാതി, സ്വാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി. ഇപ്പോൾ എന്തായി അർത്ഥം? മാ വല്ല സ്വാഹിബുക്കും, മാ വല്ല സ്വാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതിക്ക് വഴിപിഴച്ചിട്ടില്ല, നിങ്ങളുടെ ചങ്ങാതി വഴിപിഴച്ചിട്ടില്ല. പിന്നെ വമാ ഗവാ തെറ്റ് പറ്റിയിട്ടുമില്ല, അല്ലെങ്കിൽ ദുർമാർഗിയായിട്ടുമില്ല. വമാ ഗവാ അദ്ദേഹത്തിന് ഒരു അബദ്ധം പിണഞ്ഞിട്ടുമില്ല, തെറ്റുപറ്റിയിട്ടുമില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു ദുർമാർഗിയായിട്ടുമില്ല. മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവാ നിങ്ങളുടെ കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇവിടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത്. 40 വർഷത്തോളം ആരോടത് പറയുന്നത്? മക്കയിലെ ഖുറൈശികളോട്. 40 വർഷക്കാലം അവരോടൊപ്പം ജീവിച്ചു, അവരോടൊപ്പം കളിച്ച്, അവരോടൊപ്പം വളർന്ന ആ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊപ്പം ജീവിച്ച ആളായത് കൊണ്ടാണ് അവരുടെ കൂട്ടുകാരൻ എന്ന ആ പ്രയോഗം അല്ലാഹു നടത്തിയത്. മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവാ നിങ്ങളുടെ ആള്, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ചങ്ങാതി ഒരിക്കലും വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു അബദ്ധവും ഒരു തെറ്റും പറ്റിയിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ. വമാ യൻതിഖു അദ്ദേഹം മൊഴിയുകയില്ല, അദ്ദേഹം സംസാരിക്കുകയില്ല, അദ്ദേഹം സംസാരിക്കുകയില്ല. നുത്ഖ് സംസാരം. മാ യൻതിഖു സംസാരിക്കുകയില്ല, അദ്ദേഹം സംസാരിക്കുകയില്ല. അനിൽ ഹവാ, ഹവ ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം. അതിന് ഹവ എന്ന തന്നിഷ്ടം, തോന്നിയതുപോലെ, സ്വന്തം ഇഷ്ടപ്രകാരം, അതിനാണ് ഹവ എന്ന് പറയാം. വമാ യൻതിഖു അനിൽ ഹവാ അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുകയുമില്ല, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. പിന്നെ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇൻ ഹുവ, ഇൻ ഹുവ അതല്ല, അതല്ല, ഇൻ ഹുവ അത് അല്ല, ഇല്ലാ വഹ്യുൻ അതല്ല പറഞ്ഞാല് അദ്ദേഹം മുമ്പുള്ള ആ സംസാരം, ആ സംസാരമല്ല. ഇൻ ഹുവ അതല്ല, അഥവാ ആ സംസാരമല്ല. ഇല്ലാ വഹ്യുൻ വഹിയല്ലാതെയല്ല, വഹി അല്ലാതെയല്ല, ദിവ്യ സന്ദേശം, ദിവ്യ സന്ദേശമല്ലാതെയല്ല. യൂഹ അദ്ദേഹത്തിന് സന്ദേശം നൽകപ്പെടുന്ന, അദ്ദേഹത്തിന് വഹി നൽകപ്പെടുന്ന ദൈവീക ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നിങ്ങളുടെ കൂട്ടുകാരനാണ്, ഇതുവരെ നിങ്ങളോടൊപ്പം ജീവിച്ചവരാണ്. അദ്ദേഹം സത്യസന്ധനാണെന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹം കളവ് പറയില്ല എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു ആയത്താണിത്. വമാ യൻതിഖു അനിൽ ഹവാ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് ഒരു വർത്തമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ എന്തെല്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല,
പ്രമാണമായി നമ്മൾ അംഗീകരിക്കേണ്ടത് സ്വഹീഹായ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പ്രമാണമായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതും വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനനുസരിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി സംസാരിക്കുന്ന, ജനങ്ങളോട് ഉപദേശിക്കുന്ന ഒരു ശൈലി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല എന്നും, അള്ളാഹുവിന്റെ റസൂല് എന്തെല്ലാം ഉപദേശങ്ങളും പ്രബോധനങ്ങളും നമ്മോട് നടത്തിയിട്ടുണ്ടോ, എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശമായി നൽകപ്പെട്ടിട്ടുള്ള ഉത്ബോധനങ്ങൾ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. സൂചിപ്പിക്കുന്നത്, ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ പാലിക്കുക, അതിന് വല്ലാത്ത മുൻഗണന കൊടുക്കുക. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരിക്കുകയും അതല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ അതിനെ സംശയത്തോടുകൂടെ വീക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് വിശ്വാസികളിൽ നിന്നുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂല് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് 100% വിശ്വസിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്നവരാണ് വിശ്വാസികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞില്ല, ലാ അഖൂലു ഇല്ലാ ഹഖാ, ലാ അഖൂലു ഇല്ലാ ഹഖാ, ഞാൻ ഒരിക്കലും സത്യമല്ലാത്ത യഥാർത്ഥമല്ലാത്തത് ഒരിക്കലും ഞാൻ പറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖാല റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പല കള്ള ഹദീസുകളും ദുർബലമായ ളഈഫായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അംഗീകരിക്കണമെന്നല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ, അത് സ്ഥിരപ്പെട്ടു വന്നാൽ, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് ചെയ്യാൻ പാടില്ല, സംശയിക്കാൻ പാടില്ല. അത് 100% വിശ്വസിക്കുകയും അതെന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ നേതാവ് റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും വിശ്വാസികളാകുന്ന ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രിയപ്പെട്ട പ്രവാചകൻ അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 40 വർഷക്കാലം വരെ ആ നാട്ടിലുള്ള ഒരാൾക്കും ഒരെതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. കളവ് പറയുന്നവനാണെന്നോ, അല്ലെങ്കിൽ ബുദ്ധിക്ക് വല്ല തകരാറുമുള്ളവനാണെന്നോ, അല്ലെങ്കിൽ മോശമായ പെരുമാറ്റമുള്ളവനാണെന്നോ, മറ്റുള്ള ആളുകളെ പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തവനാണെന്നോ ഒരഭിപ്രായവും നാട്ടിലുള്ള ഒരാൾക്കും, ഒരാണിനോ ഒരു പെണ്ണിനോ ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും സത്യസന്ധനായിരുന്നു. അതുകൊണ്ട് അത് സ്വാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. ആ കൂട്ടുകാരന് എവിടെയും വഴിപിഴവ് സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു അബദ്ധവും ഒരു തെറ്റും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ദുർമാർഗ പ്രവർത്തനവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ പറയുന്നത്? 40 വയസ്സിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശമുണ്ടായി. ആ സന്ദേശം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാകണം. നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ശക്തികളെയും വ്യക്തികളെയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിവുള്ള, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങളുടെ മരിപ്പിക്കുന്ന ആ സൃഷ്ടാവായ, ആ റഹ്മാനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങളുടെ ആരാധന നിങ്ങൾ ചെയ്യാവൂ എന്നല്ലേ നിങ്ങളുടെ സ്വാഹിബ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല, അദ്ദേഹം തോന്നിയതുപോലെ സംസാരിക്കുന്നതല്ല, മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ആ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ പറ്റിയിട്ടില്ലാത്ത ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവീകമായ സന്ദേശങ്ങൾ സംസാരിക്കുന്ന
ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറഞ്ഞത്. ഇന്ന് പഠിച്ച 4 ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടി. വന്നജ്മി ഇദാ ഹവാ, നജ്മ് നക്ഷത്രം, വന്നജ്മ് നക്ഷത്രം തന്നെയാണ് സത്യം, ഇദാ ഹവാ അത് അസ്തമിച്ചാൽ, വന്നജ്മി ഇദാ ഹവാ നക്ഷത്രം തന്നെയാണ് സത്യം, അത് താണു വരുമ്പോൾ, അത് അസ്തമിക്കുമ്പോൾ നക്ഷത്രം തന്നെയാണ് സത്യം. മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ, വല്ല വഴിപിഴച്ചു, മാ വല്ല വഴിപിഴച്ചിട്ടില്ല, സ്വാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ, മാ വല്ല സ്വാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ ചങ്ങാതി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപിഴച്ചിട്ടില്ല, വമാ ഗവാ അദ്ദേഹത്തിന് ഒരു അബദ്ധം പിണഞ്ഞിട്ടുമില്ല, തെറ്റ് പറ്റിയിട്ടുമില്ല, അദ്ദേഹം ദുർമാർഗിയായിട്ടുമില്ല. മാ വല്ല സ്വാഹിബുക്കും വമാ ഗവാ നിങ്ങളുടെ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹം ദുർമാർഗിയായിട്ടുമില്ല. അദ്ദേഹം മിണ്ടുകയില്ല, അദ്ദേഹം സംസാരിക്കുന്നില്ല, അനിൽ ഹവാ തന്നിഷ്ടപ്രകാരം ഇച്ഛപ്രകാരം സംസാരിക്കുന്നുമില്ല. വമായന്ത്വഖു അനിൽ ഹവാ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. ഇൻഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, ഇൻഹുവ അതല്ല, അഥവാ ആ സംസാരമല്ല, അദ്ദേഹം സംസാരിക്കുന്ന സംസാരമല്ല, ഇല്ലാ വഹയ്യുൻ, ഇല്ലാ വഹയ്, വഹയ് ദിവ്യ സന്ദേശം, ദിവ്യ സന്ദേശം അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന് വഹയ് എന്ന് അറബിയിൽ പറയാം. ഇൻഹുവ അതല്ല, ആ സംസാരമല്ല, ഇല്ലാ വഹയുൻ വഹി അല്ലാതെയല്ല, യൂഹാ ദൈവീകമായി നൽകപ്പെടുന്ന, ദൈവീകമായി നൽകപ്പെടുന്ന ദൈവീക ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാണ്, അതല്ലാത്ത മറ്റൊരു വർത്തമാനവും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.